ജാസ്മിൻ കരഞ്ഞ് തളർന്ന് തകർന്നിരിക്കുകയാണ്. വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ജാസ്മിനെ പൂട്ടി വേഷവാരി പൂശി ചെവരിൽ ഒട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി ജാസ്മിൻ കരഞ്ഞ് തളർന്ന് കിടന്ന് ഉറങ്ങുവാണ്. ഗാർഡൻ ഏരിയ കിടന്ന് കരഞ്ഞ് തളർന്ന് കിടന്ന് ഉറങ്ങുന്നു. രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് വരും. ജാസ്മിൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതേസമയം അഭിഷേകും സിജോയും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈവില് ഇന്നലെ നമ്മളെ പ്രൊമോയിൽ കാണിച്ച പോലത്തെ ആ സംഭവം അടി പൊട്ടിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു സാധനത്തിൽ നിന്നാണ് വലിയൊരു അടി പൊട്ടുന്നത്. അതങ്ങ് എപ്പിസോഡ് പോലെ അങ്ങ് നീണ്ടു പോവുകയാണ്. ഗ്രഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഒരു കളിയാക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തകർന്നിരിക്കുമ്പോൾ ഓക്കെ അവരങ്ങ് വിടണം. പിന്നെ കളിയാക്കി ഒരു ലെവലിൽ കൊണ്ട് അതിപ്പോൾ ഒരാളെന്നല്ല, ഇപ്പം ഈ ഇൻസിഡൻറ്റിൽ ഇവരെങ്കിൽ കഴിഞ്ഞ ഇൻസിഡൻറ്റിൽ മറ്റൊരാൾ, എല്ലാവരും കണക്ക് തന്നെയാണ് ആ കാര്യത്തിൽ. ജാസ്മിൻ ആയാലും സിജോ ആയാലും പിന്നെ അഭിഷേക് ആയാലും ആരായാലും ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ പ്രത്യേകതയാണ് ഒരാൾ തകർന്നിരിക്കുമ്പോൾ അവരെ വിടത്തില്ല. പോയി എടി അല്ലെങ്കിൽ എടാ അവരെ തകർത്ത് വിട്ട് അവരെ തരിപ്പണമാക്കിയിട്ടേ വിടത്തുള്ളൂ. ലൈവിൽ എന്താണ് നടന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെന്യുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈവിൽ ജിൻഡോ രാവിലെ ടാസ്കിൽ ഈ പറയുന്ന രാജാവായിരുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ രാജാവിൻ്റെ പദവി ഒരാൾക്ക് തരും, പക്ഷെ അവർ ഇപ്പം ഞാൻ കുറേ ടാസ്കുകൾ തരും. അപ്പോൾ കുറേ ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ആർക്കാണോ അവർക്ക് ഞാൻ ആ പദവി തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടാസ്കുകളൊക്കെ കൊടുക്കുന്നത്. ഏത് ലെമൺ വിത്ത് സ്പൂണ്, മ്യൂസിക്കൽ ചെയർ, ഇതെല്ലാം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സുന്ദരിക്ക് പൊട്ട് തൊടൽ എല്ലാത്തിലും ജയിച്ച് ജാസ്മിനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ജാസ്മിന് രാജപദവി എടുത്ത് കൊടുക്കുവാണ്. ജാസ്മിൻ വന്നിരുന്ന് ഭരണം ഫസ്റ്റ് പറയുന്നു, എന്നെ ഇവിടെ ആരും ധിക്കരിക്കാനോ എതിർക്കാനോ പാടില്ല, തമാശ പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തത്, എനിക്ക് 2 അസിസ്റ്റൻസ് എപ്പോഴും എൻ്റെ കൂടെ തോഴനും തോഴിയായിട്ട് ഉണ്ടാവണം. ശ്രീതുവും അഭിഷേകുമാണ് എൻ്റെ തോഴനും തോഴി എന്ന് പറയുന്നു. മൂന്നാമത്തത്, അടുക്കളയിൽ ഇവിടുത്തെ ഈ പറയുന്ന പോലത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും സിജോയും ജിൻഡോയും ക്ലീനിങ്ങിനും, അതുപോലെ തന്നെ അടുക്കളയിൽ നോറ, അർജുൻ, പിന്നെ ഒരാൾ കൂടി അവരെ അടുക്കളയിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റൂളുകളും റെഗുലേഷൻസും ആണ്. പിന്നെ എൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങളൊരു കാര്യം ചെയ്യരുത്, പിന്നെ എൻ്റെ മുന്നിൽ തമാശ പറയരുത്, ചിരിക്കരുത്, ഞാൻ പറയുന്നതെല്ലാം അപ്പം തന്നെ അനുസരിക്കണം, അപ്പം തന്നെ വിളിച്ചാൽ വരണം എന്ന് പറയുന്ന റൂൾസാണ് പറയുന്നത്. ജാസ്മിൻ ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ശ്രീതുവും അഭിഷേകും കൂടെ വന്ന് അവർ തോഴനും തോഴിയാണല്ലോ വന്ന് 2 പേരെ അടുത്തിരുത്തുന്നു. എന്നിട്ട് അടുക്കളയിൽ അവിടെ ഒച്ച ഉണ്ടാക്കി അലക്കിയാണ്. അപ്പോൾ ജാസ്മിൻ അലക്കരുത്, ചിരിക്കരുത്, അടുക്കളയിൽ അവിടെ ആരാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജാസ്മിൻ എന്ത് ചെയ്യുന്നു, അടുക്കളയിൽ അവിടെ സ്റ്റൗവിൻ്റെ ഭാഗത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ട് സിജോ അങ്ങോട്ട് വന്ന് ഈ ദണ്ട് തട്ടിപ്പറിക്കുന്നു. ഈ ദണ്ടും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ജാസ്മിൻ ബ്ലാങ്ക് ആവുന്നു. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് അനങ്ങുമ്പോഴത്തേക്കും അനങ്ങാൻ പാടില്ല, ദണ്ടില്ലാതെ അനങ്ങാൻ പാടില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നു, അഭിഷേകെ പോയി ദണ്ട് മേടിച്ചോണ്ട് വാ. അഭിഷേക് പോയി സിജോ എടുത്താൽ ദണ്ടിങ് താടാ. സിജോ ദണ്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും അർജുൻ വന്നിട്ട് ഏട്ടാ ദണ്ടിങ് ഇതാ. അപ്പോൾ അഭിഷേക് അർജുൻ കൊടുക്കുന്നു. പിന്നെ അവിടെ പിടിയും വലിയുമായി അർജുനും സിജോയും ശ്രീതുവിനെ പറഞ്ഞു കൊടുക്കുന്നു, പോയി മേടിയില്ലെന്ന് പറഞ്ഞു. ശ്രീതു അത് വാങ്ങിക്കാൻ പോകുന്ന ഇടയ്ക്ക് സിജോ പിടിച്ചിങ്ങനെ കറക്കൊക്കെ ചെയ്ത് മുകളിലെ ഫാൻസി ലൈറ്റൊക്കെ ചെറുതായിട്ട് തട്ടി ചെറിയ ബൾബൊക്കെ താഴെ വന്ന് വീണ് പൊട്ടിയത് പ്രോപ്പർട്ടി നശീകരണമാണ്. പ്രോപ്പർട്ടി നശിപ്പിക്കുന്നു അവർ. അങ്ങനെ എന്നപ്പോഴാണ് ഇവർക്ക് ഈ പറഞ്ഞ കണക്ക് ദണ്ട് കിട്ടത്തില്ല, ദണ്ട് അവർ കൈക്കലാക്കി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, അപ്പം ശ്രീതു ഒരുവിധം ദണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ദണ്ടിങ്ങി കൊണ്ടുപോകാം ശ്രീതു. ഇല്ല, ഞാനിനി കൊണ്ടുവരത്തില്ല. അപ്പോൾ ശ്രീതു അങ്ങനെയാണെങ്കിൽ വാ, നിനക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ മാല ഊരിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു ശ്രീതുവിന്. അപ്പോൾ ശ്രീതു പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട മാല, ഇപ്പം വേണ്ട, എനിക്ക് മാല വേണ്ട. അപ്പോഴത്തേക്കും അപ്പം നിനക്ക് മാല വേണ്ട. അപ്പം അഭിഷേക് പറഞ്ഞു, എനിക്ക് മാല വേണം. അങ്ങനെയാണെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞാൽ അഭിഷേകിന് ജാസ്മിൻ മാല കൊടുക്കുന്നു, ദണ്ട് ശ്രീതുവിനും കൊടുക്കുന്നു. എന്നിട്ട് ജാസ്മിൻ കിരീടം ഊരി വെച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പം എല്ലാവരും കൂടെ ജാസ്മിൻ അങ്ങ് നിൽക്കണം, അനങ്ങാൻ പറ്റത്തില്ല. ഈ പറയുന്ന ദണ്ടും കൊടുത്തു, നിന്റെ കഴുത്തിൽ കിടന്ന മാലയും കൊടുത്തു, ഇനി നിനക്ക് അനങ്ങാൻ പറ്റത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. ബിഗ് ബോസ് പറയുന്നവരെ നീ ഇവിടെ ഇങ്ങനെ നിൽക്കണം, ബിഗ് ബോസ് പറയുന്നത് വരെ നീ ഇവിടെ നിൽക്കണോടിയേ. ഇതെന്തോന്ന് കഷ്ടം, ഞാൻ കൊടുത്ത എൻ്റെ അധികാരം പോയില്ലേ. അങ്ങനെയൊന്നും അല്ല. പിന്നെ ജാസ്മിൻ സത്യം പറഞ്ഞു ഞാൻ അവിടെ കേൾക്കുന്നില്ല, ഇവരാരും പറയുന്നത് കേൾക്കാതെ ജാസ്മിൻ എന്ത് ചെയ്യുന്നു, നേരെ വന്ന് ജാസ്മിൻ എനിക്ക് വയ്യ, എനിക്ക് നിൽക്കാൻ വയ്യ, എനിക്ക് കാലടയ്ക്കുന്നു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. എന്നിട്ട് ജാസ്മിൻ പറയുന്നത്, ഇന്നലെ സായിയുടെ കയ്യിൽ നിന്ന് പദവി പോയപ്പോൾ ബിഗ് ബോസ് എന്താ പറഞ്ഞത്, ബിഗ് ബോസ് ഇങ്ങനെ ആ സായിയുടെ കയ്യിൽ നിന്ന് പദവി പോയി എന്ന് എടുത്ത് പറഞ്ഞിരുന്നു. ഇന്നിപ്പം ജിൻഡോയുടെ കയ്യിൽ നിന്ന് ഞാൻ പദവി വാങ്ങിച്ചോ ബിഗ് ബോസ് എടുത്ത് പറഞ്ഞില്ലല്ലോ ഞാനാണ് പദവിയില്ലെന്ന്. അപ്പോൾ ഇതും അതുകൊണ്ട് പറയില്ല.
അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു അങ്ങനെ അല്ല, ഇന്നലെ നമ്മൾ സായി എന്തെല്ലാം ചെയ്തിട്ടും സായി ഒരു വക എന്നെ നമ്മളൊന്ന് തിരിച്ചു, സായിയുടെ ഷർട്ട് വരെ നമ്മൾ ഊരിയെടുത്ത് 4 പേര് പൊക്കിക്കൊണ്ടുപോയാണ് സായിയെ ഈ പറയുന്ന ലോക്കപ്പിനകത്ത് അടച്ച്. എന്നിട്ട് പോലും സായി ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് നീ അവിടെ നിൽക്കണം, നീ അനങ്ങാൻ പാടില്ല, ബിഗ് ബോസ് പറഞ്ഞല്ലോ കേൾക്കാൻ പാടില്ല. ഇല്ല, ഞാൻ അതിന് എന്തോന്ന് ചെയ്തു, എൻ്റെ അധികാരം പോയി, എൻ്റെ 2 സാധനം ഇപ്പോൾ 2 പേരുടെ കയ്യിലാണ്, ഇപ്പം രാജാവില്ല, ഒന്നുമില്ല, അപ്പം എനിക്കൊരു പ്രശ്നം, ഞാനിപ്പോൾ സംസാരിക്കേണ്ട, ഞാൻ രാജാവല്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ല, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ നീ അനങ്ങാൻ പാടില്ല, അതാണ് ഈ ഗെയിം. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ വരെ അനങ്ങാൻ പാടില്ല, അതാണ് ഗെയിം. പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ജാസ്മിൻ രാജാവായതും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല, പദവി പോയതും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം അഭിഷേകിന്റെയും സിജോയുടെയും വീട്ടുകാരുടെ മൊത്തം ഭാഗത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ്, കാരണം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ അനങ്ങാൻ പാടില്ല. അതേസമയം ജാസ്മിൻ പറയുന്ന പോലെ ഇന്ന് രാവിലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇതും അനൗൺസ് ചെയ്തില്ല, എൻ്റെ പദവി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ നമ്മുടെ ഇരിക്കുവാണ്. ഇത് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എല്ലാവരും കൂടെ വന്നങ്ങ് ജാസ്മിൻ ഈ സാധനം തർക്കിക്കുകയാണ്. ഈ സെയിം സാധനം 10 വട്ടം പറയുന്നു, 20 വട്ടം പറയുന്നു, 50 വട്ടം പറയുന്നു. ഇതിന് ഓപ്പോസിറ്റ് എല്ലാവരും, ജാസ്മിൻ ഒറ്റയ്ക്കും വീട്ടുകാർ ഫുൾ അഗെയിൻസ്റ്റ് നിന്ന് ജാസ്മിനെ പൊളിച്ച് കീറി, നീ അവിടെയാണ് നിൽക്കേണ്ടത്, നീ ഒന്ന് ഇരുന്നാൽ ശരിയല്ല, നീ റൂൾ ബ്രേക്ക് ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും കൂടെ അങ്ങ് ജാസ്മിൻ്റെ മുകളിൽ കയറി. ജാസ്മിന് വിട്ടുകൊടുക്കുന്നില്ല, ജാസ്മിനും തിരിച്ച് പറയുന്നുണ്ട്. 2 പേരും കണക്കിന് പറയുന്നുണ്ട്, ജാസ്മിനും അങ്ങോട്ട് പറയുന്നുണ്ട്, തിരിച്ചവരെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു, ഇപ്പം അഭിഷേകിൻ്റെ കയ്യിൽ താക്കോല്, ശ്രീധുവിൻ്റെ കയ്യിൽ ദണ്ട്. അപ്പോൾ ഇപ്പം രാജാവില്ല, ആരെങ്കിലും ഒരാളുടെ കയ്യിൽ വരുമ്പോഴേ രാജാവുള്ളൂ എന്ന് പറയുന്നു. പിന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് എല്ലാവരും വെളിയിൽ വന്ന് ഗാർഡൻ ഏരിയ വന്നിരിക്കുമ്പോഴാണ് ജാസ്മിൻ പോയി അവിടെ ഇരുന്ന് കരയുവാണ്. കരയുമ്പോൾ ശ്രീധു ആശ്വസിപ്പിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്കുമാണ് ജാസ്മിൻ പറയുന്നത്, ശ്രീധുവിനെയും അഭിഷേകിനെയും ഞാൻ എൻ്റെ അടുത്ത് വിളിച്ചിരുത്തിയത് നിങ്ങൾക്ക് വയ്യ, അതുകൊണ്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 2 പേർക്കും ആർക്കെങ്കിലും ഒരാൾക്കാണ് ഞാൻ രാജാവിൻ്റെ പദവി തരാനിരുന്നത്. അപ്പോൾ അവിടെ ദണ്ട് പറിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നീ കൊണ്ടുവന്നില്ല, എനിക്ക് ദണ്ട് പോയെന്നൊരു എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിനക്ക് ആ മാല തരാം, നീ രാജ്ഞി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിനക്ക് തരാമെന്ന് വിചാരിച്ചത്. അപ്പം നീ വന്നില്ല, അപ്പോൾ പിന്നെ ഉള്ള സെക്കൻഡ് ഓപ്ഷൻ അഭിഷേകാണ്, അങ്ങനെയാണ് ഞാൻ അഭിഷേകിന് കൊടുക്കാൻ പോയത് എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഇത്രയും കാര്യമായത്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്, നീ എന്തിനാണ് വഴക്കൂടാൻ വന്നത്, നീ എന്തിനു വിഷമിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നലെ സായി ഇതുപോലെ കാണിച്ചില്ലേ. അപ്പം ജാസ്മിൻ ഒരു പോയിന്റ് പറയുന്നുണ്ട്, സായിയുടെ അടുത്ത് ഇന്നലെ അവർ കാണിച്ചത് ഫണ്ണ്, ഞാൻ അവിടെ നിന്നപ്പോൾ അവരെൻ്റെ അടുത്ത് കാണിച്ചത് എന്താ, എന്നെ കുത്തുക. ഞാൻ അവിടെ സ്റ്റക്കായി നിന്ന് എനിക്ക് അനങ്ങാനും പറ്റാതെ ഞാൻ വായും സംസാരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് എന്നെ കുത്തി വേദനിപ്പിക്കണം. ജാസ്മിൻ ഇവിടെ പറഞ്ഞതിനൊരു ശരിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% ശരിയുണ്ട്. കാരണം വീട്ടുകാർ ഇന്നലെ പറഞ്ഞ കണക്ക് ഒരു ഫണ്ട്, ഞാൻ ഇപ്പം പറയും ജാസ്മിൻ്റെ PR ആണെന്ന് പറയും. ഇന്നലെ സായിക്ക് രാജാവിൻ്റെ പദവി പോയപ്പം സായിയുടെ അടുത്ത് അനങ്ങരുത് എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് സായിയുടെ അടുത്ത് ആരും പറഞ്ഞില്ല. ജാസ്മിൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും അത് ഫണ്ണായിട്ട് തന്നെയാണ് എടുത്തത്. ഇവൻ്റെ ഷർട്ട് ഊരുന്നതും ഇവനെ കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നതും ഒക്കെ ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ കണക്ക് ജാസ്മിൻ്റെ പദവി പോയപ്പം എല്ലാവരും അനങ്ങരുത്, മിണ്ടരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ് വന്നത്. അത് അവർ പറഞ്ഞത് ശരിയാണ്, ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതേ സമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന അഭിഷേകിൻ്റെയും സിജോയുടെയും ഭാഗത്ത് നിന്ന് അവർ ഈ പറഞ്ഞ പോലെ പദവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം. ജാസ്മിൻ പറഞ്ഞു, ജാസ്മിനെ അവർ പോയിന്റ് ഔട്ട് ചെയ്യാണ്, കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ സമയം യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ജാസ്മിൻ പറയുന്ന അതേ സമയത്ത് വേണമെങ്കിൽ കുത്തി നോവിക്കാം, മനസ്സിലായില്ലേ, കുത്തി നോവിക്കാം. അതാണ് ഈ ടാസ്കിന്റെ ഹൈലൈറ്റ്. നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യം വേണോ നമ്മളോട് ചോദിക്കാം. അപ്പം ജാസ്മിൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ പറയുന്നത് ഇന്നലെ അവനോട് ചെയ്തത് ഫണ്ണ്, എന്നോട് ചെയ്തത് സീരിയസ്. അപ്പം നമ്മളെ 2 പേരെയും വേർതിരിച്ച് കണ്ടു, ആ സാധനമാണ് ജാസ്മിൻ പറയുന്നത്. ഇവർ പറയുന്നത് ഇന്നലെ നമ്മൾ അവനെ എങ്ങനെ നിർത്തി, ഇന്ന് നിന്നെ എങ്ങനെ നിർത്തി. പക്ഷേ ഇവർ അഥവാ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ജാസ്മിനെ കുത്തി പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് ഗെയിമാണ്, അങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്. ജാസ്മിൻ ഫീലിക്സിന്റെ കാര്യം പറയുന്നു, മറ്റവർ ഗെയിമിന്റെ കാര്യം പറയുന്നു. രണ്ടും റൈറ്റ് ആണ്. ഒരാളുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും സിജോയും അഭിഷേകും കൂടി ജാസ്മിൻ ദൂരെ ഇരുന്ന് കരയുന്നു, ഗാർഡനിൽ നിന്ന് കുടുകുടുകുടുകുടാ കരയുവാണ്. ഇത് വീണ്ടും സിജോയും അഭിഷേകും കൂടെ അപ്പുറത്തിരുന്ന് നീ അല്ലേടാ ദണ്ട് പറിച്ചെടുത്തത്, എടാ നീ അല്ലേടാ മാല എടുത്തത്, നീ അല്ലേടാ ദണ്ട് പറിച്ചെടുത്തത്, കൊച്ചിനെ കരയിക്കുന്നാടാ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വീണ്ടും കരയിക്കുന്നു. ജാസ്മിൻ അവിടെ കരഞ്ഞിരുന്ന് ഉറങ്ങുവാണ്. കുറേ നേരം കഴിഞ്ഞ് ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റി എല്ലാവരും വീട്ടിനകത്ത് പോകുമ്പോൾ ബിഗ് ബോസ് പറയുന്നു 2 പേരുടെ കയ്യിലല്ലേ ഇപ്പോഴും സാധനം കൊണ്ട് ടാസ്ക് അവസാനിച്ച് സാധനം പറക്കിക്കൊണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാൻ പറയുന്നു. ടാസ്ക് തീരുന്നു. ജാസ്മിൻ ഇപ്പോഴും കരഞ്ഞു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ഏരിയ ഇരുന്നു ഉറങ്ങുന്നു, കണ്ണടക്കി തുറക്കുന്നു, ഉറങ്ങുന്നു, കണ്ണടക്കി തുറക്കുന്നു. ഇതാണ് ഹൈലൈറ്റ് സാധനം. ഇതാണ് സംഭവം. ഇത് കണ്ണെടുക്കാൻ പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് സംഭവം.
അപ്പോൾ ആ ടാസ്ക് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി മിക്കവാറും ഇന്നും 2 പേര് ഈ പറയുന്ന കണക്ക് ആക്ടിവിറ്റി ഏരിയയിൽ പോയി അവരുടെ കഥകളെല്ലാം പറയും. അതിനുശേഷം വേറെ ഒരു സ്പോൺസർ ടാസ്കോ അങ്ങനെ എന്തെങ്കിലും വരും. വേറെ ഒന്നും അതുക്ക് മേലെ ഇന്നത്തെ ഡേയും കാണത്തില്ല. പറഞ്ഞ പോലെ പണപ്പെട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കൺഫർമേഷൻ പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഇപ്പം കിട്ടുന്നില്ല. ഇന്നലെ കിട്ടിയതുപോലെ എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.